ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ. എനിക്കൊരബദ്ധം പറ്റി ഗൈസ്, എന്താണെന്നൊക്കെ വീഡിയോയിൽ പറയാവേ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നോക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നെക്കിൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഫാബ്രിക്കിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ 3 സൈഡും ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാവേ. ക്യാൻവാസിൻ്റെ 3 സൈഡും ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൻ്റെ നെക്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാൻവാസും ഫാബ്രിക്കിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ 3 സൈഡും ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബാക്ക് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ 3 സൈഡും ക്യാൻവാസിൻ്റെ 3 സൈഡും മടക്കി അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്റർ ഒന്ന് യോജിപ്പിച്ച് വെക്കണം. ഇതാ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരടിപ്പ് കൊടുക്കണം. ഇതുപോലെ ഒരടിപ്പടിക്കണം. ഇവിടെയാണ് ഗൈസ് എനിക്കൊരബദ്ധം പറ്റിയത്. ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാതെയാണ് ഞാൻ ക്യാൻവാസ് പേപ്പർ മെറ്റീരിയലിൽ പേസ്റ്റ് ചെയ്ത് വെച്ചത്. എന്നാ ചെയ്യാൻ? അങ്ങനെ ചെയ്തെന്നോർത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. നെക്ക് പതിച്ചടിക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് തോന്നും. എന്തായാലും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. മണ്ടത്തരമേ കാണിക്കും, പിന്നെ എങ്ങനെയാണെന്ന് പറ. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ മാർക്ക് ചെയ്തേക്കുന്നതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. കട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ സ്റ്റിച്ച് കയറാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കട്ടുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നെക്ക് മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കും. സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, മറിച്ചെടുക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ക്യാൻവാസ് കട്ട് ചെയ്യാതെയാണ് ഞാൻ മെറ്റീരിയലിൽ ക്യാൻവാസ് പേസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം. ഇപ്പോഴേലും ബോധം വീണല്ലോ എനിക്ക്. അങ്ങനെ നമ്മൾ നെക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ക്യാൻവാസ് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും മറിച്ചെടുക്കുമ്പോൾ ഇത്രയും ബലം പിടിച്ച് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അത് പതിച്ചടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ നെക്ക് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. പതിച്ചടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ തീർത്തും അറ്റത്തുകൂടി വേണം നമ്മൾ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ ഹെമ്മിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നെക്ക് ഫുള്ള് പതിച്ചടിച്ചെടുക്കുവാണേ. പതിച്ചടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിൻ്റെ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പതിച്ചടിക്കുന്നില്ല, ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടാട്ടോ നമ്മൾ പതിച്ചടിക്കുന്ന ബാക്ക് നെക്ക് നമ്മൾ ക്യാൻവാസുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്ക് തിരിച്ചെടുക്കുന്നേ ഉള്ളൂ, പതിച്ചടിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ഷോൾഡറൊക്കെ ജോയിൻറ്റ് ചെയ്തു, പക്ഷേ വീഡിയോ എടുത്തില്ല ഗൈസ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചാനലിൽ ഇടാം കേട്ടോ. ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്ലീവ്സിൻ്റെ എൻഡ് രണ്ടും മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവ്സിൻ്റെ എൻഡ് രണ്ടും 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് മടക്കി അടിക്കുന്നേ ഉള്ളൂ. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡലൊന്നും വേണമെന്ന്. അപ്പം മോഡലൊന്നും ചെയ്യാതെ ജസ്റ്റ് മടക്കി അടിച്ച് കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ സ്ലീവ്സിൻ്റെ രണ്ടിൻ്റെയും എൻഡ് മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ രണ്ടിൻ്റെ എൻഡൊക്കെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്സിൻ്റെ നല്ല വശം രണ്ടും ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റുവാണേ. 1/2 ഇഞ്ച് അളവിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ലീവ്സിൻ്റെ നല്ല വശം രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് ആം ഹോൾ കട്ട് ചെയ്യേണ്ടത്.
നല്ല വശം രണ്ടും ചേർത്ത് വെച്ചിട്ട് കൈക്കുഴി കട്ട് ചെയ്തിട്ട് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം. അടുത്തതായിട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് കൈക്കുഴി മാർക്ക് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പം കട്ട് ചെയ്യാൻ പോകുവാണേ. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ടിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റാം. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു ചെറിയ നോച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ടോപ്പുമായിട്ട് ജോയിൻറ്റ് ചെയ്യാം. സ്ലീവ് ടോപ്പുമായിട്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ടോപ്പിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും സ്ലീവിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഡ്രസ്സ് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് ആം ഹോൾ ചുളുക്കൊന്നും വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആം ഹോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കുഴിച്ച് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനും കൂടി ചേർത്ത് വെച്ച് രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യണം, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് സെൻറ്ററിൽ വരണം, എന്നിട്ട് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അവിടുന്ന് തിരിച്ച് സെൻറ്ററിൽ വന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുന്നത്, സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുന്നത്. സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് സ്ലീവിൻ്റെയും ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും മെഷർമെൻറ്റ്സ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം ചെക്ക് ചെയ്ത് അങ്ങനെ ഞാൻ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ സ്റ്റിച്ച് ഇടണം. മെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹിപ്പ് പോർഷൻ്റെ മാർക്ക് ചെയ്തേക്കുന്നിടത്ത് സ്റ്റിച്ച് നിർത്തിയിട്ട് തിരിച്ചൊന്നും കൂടി അടിച്ചെടുക്കണം. അങ്ങനെ 2 അടുപ്പ് കൊടുത്തിട്ടാട്ടോ ഞാൻ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലിറ്റ് പോർഷൻ്റെ അവിടെ വന്ന് നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിച്ചിട്ട് തിരിച്ചൊന്നും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഡബിൾ സ്റ്റിച്ചാണ് ഞാൻ മെയിൻ സ്റ്റിച്ചായിട്ട് കൊടുക്കുന്നത്. തിരിച്ച് നമ്മൾ അടിക്കുമ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിലോ 1/4 ഇഞ്ച് ഗ്യാപ്പിലോ ആട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് തിരിച്ച് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും അങ്ങനെ തന്നെ മെയിൻ ആയിട്ടുള്ള മാർക്കിങ്ങിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ഹിപ്പ് പോർഷൻ്റെ അവിടെ വന്ന് അവസാനിപ്പിച്ച് തിരിച്ചടിക്കുമ്പോൾ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളിടത്ത്, അതായത് ഹിപ്പിൻ്റെ സ്റ്റിച്ചിങ് അവസാനിപ്പിച്ചില്ലേ, അവിടെ നിന്ന് നമ്മളൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കുവാണ് താഴേക്ക്. ടോപ്പിൻ്റെ എൻഡ് വരെ അങ്ങനെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടാട്ടോ നമ്മൾ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ലിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന്, അതായത് ടോപ്പിൻ്റെ എൻഡിൽ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സൈഡിലെ 2 വശവും ചെയ്തെടുക്കുന്നുണ്ട്. തീർത്തും സൈഡ് ചേർത്ത് അരികിൽ കൂടിയാട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഹിപ്പ് പോർഷൻ്റെ അടുത്ത് വന്നിട്ട്, അതായത് സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്തേക്കുന്ന എത്രയാണോ വേണ്ടത്, നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് എത്രയാണോ അവിടെ വരെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ അടുത്ത വശത്തേക്ക് സ്റ്റിച്ച് കൊണ്ടുപോകാം കേട്ടോ. അടുത്ത വശത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ടോപ്പിൻ്റെ താഴേക്ക്, അതായത് എൻഡിലേക്ക് നമ്മൾ ആ സ്റ്റിച്ച് സൈഡ് ചേർത്ത് അരികെ ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ.
അടുത്തത് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടില്ലേ, സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, അത് പൊട്ടിച്ച് കളയുക കേട്ടോ. ആ ലോങ് സ്റ്റിച്ച് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് അടിച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സൈഡിൻ്റെ സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സൈഡും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ എൻഡ് കൂടി മടക്കി അടിക്കാനേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.